കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പോലീസ്. സ്കൂളിലെ പരീക്ഷ പ്രതികൾ കഴിയുന്ന ജുവനൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പോലീസ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട്. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, ഷഹബാസിന്റെ കൊലപാതകം, ആ കൂട്ടാക്രമണം നടത്തിയ പ്രതികൾ 5 പേർ അതേ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാവാൻ പോകുന്നത്. നാളെ അവർ പരീക്ഷ അവിടെ വെച്ച് എഴുതാനായിരുന്നു തീരുമാനം. അത് പോലീസ് എസ്കോർട്ടോടുകൂടി അവരെ കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ ആ ഘട്ടത്തിലാണ് പോലീസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രം മാറ്റണം എന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് റൂറൽ SP KE ബൈജു ആണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ SHO സായൂജ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഇതിൻ്റെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. അത് ഇമെയിൽ മുഖേനയാണ് കത്ത് നൽകിയത്. ആ കത്തിൽ കൃത്യമായി പറയുന്നത്, ഈ പ്രതികളായ വിദ്യാർത്ഥികൾ അതേ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുമ്പോൾ അത് സംഘർഷ സാധ്യതയ്ക്കും മറ്റു പ്രശ്നങ്ങൾക്കും ഇടയാക്കും എന്നുള്ളതാണ്. മാത്രവുമല്ല ഡോക്ടർ ഉന്മേഷ്, അതൊരു തെറ്റായ സന്ദേശം കൂടി നൽകും. ഈ ഷഹബാസിൻ്റെ ബാപ്പ ഇന്നും നമ്മളോട് പറഞ്ഞത് ആ പ്രതികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ്. വികാരപരമായ പ്രതികരണമാണ്. പക്ഷേ എന്നാൽ നിയമപരമായി ജുനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ആ സ്ഥലത്തു നിന്നും പരീക്ഷ മാറ്റാൻ വേണ്ടിയുള്ള കത്താണ് ഇപ്പോൾ ഈ താമരശ്ശേരി കേസന്വേഷണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഷേധങ്ങൾ നിരവധി ഉണ്ടാകും, തടയും എന്നുള്ളതൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നതാണ്. ആ സാഹചര്യത്തിലാണ് പോലീസ് ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ വെച്ച് തന്നെ ഈ പരീക്ഷ നടത്താൻ വേണ്ടി പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ദീപക്, ഇത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ പരീക്ഷ അടുത്ത ദിവസം ആരംഭിക്കുകയാണല്ലോ. അതിനായി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതല്ലേ? ഇങ്ങനെ പരീക്ഷ മറ്റൊരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് എത്രത്തോളം സാധ്യത കൂടിയുണ്ട് ദീപക്, ആലോചിക്കുകയാണെങ്കിൽ? അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പോലീസ് ഇത് കൃത്യമായി തന്നെ കാലത്തു തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അത് ജുനൈൽ ജസ്റ്റിസ് ബോർഡിനും ഇതിലൊരു പങ്കുണ്ട്. സ്വാഭാവികമായും ജുനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ നടത്തണമെങ്കിൽ ജുനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അനുമതി വേണം. അത്തരത്തിലുള്ളൊരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് എന്നുള്ളതാണ്. കാരണം ഒരു വലിയ സംഘർഷം ഈ പ്രതികളുടെ പരീക്ഷയെ തുടർന്നുണ്ടാകുമ്പോൾ അത് ഈ ജില്ലയിലെ തന്നെ ക്രമസമാധാനത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്നു. ആ കളക്ടർക്ക് കത്ത് നൽകി അതിൻ്റെ തുടർച്ചയായി തന്നെ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകുന്നു. മാത്രവുമല്ല 5 കുട്ടികളുടെ ചോദ്യപേപ്പർ ആ സ്കൂളിൽ നിന്നും ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടില്ല ഡോക്ടർ ഉന്മേഷ്. വേണമെങ്കിൽ അത് പരീക്ഷാ ഭവൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആ പരീക്ഷ ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ നടത്താനും ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇത്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം, ഈ കുട്ടികളുടെ പരീക്ഷ സ്കൂളിൽ വെച്ചല്ല മറിച്ചത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പോലീസ് കത്ത് നൽകി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.